ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ട് ഒരു ദോശയാണ്. അപ്പോൾ ഈ ദോശ കഴിക്കുന്നത് കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കാതിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ നമുക്ക് ഓട്സ് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കപ്പ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കുതിർത്ത് എടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് അത് കുതിരാൻ വെക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ ഇതെടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അരയ്ക്കാൻ വേണ്ടി ഒരു സവാള ഞാനിവിടെ ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയാണ്. അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകാണ്. പിന്നെ ചേർത്ത് കൊടുക്കാനുള്ളത് ഈ ഒരു കപ്പിൽ 1 കപ്പ് തൈരാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിൽ നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ചേർത്ത് ദോശമാവിൻ്റെ ആ ഒരു രീതിയിൽ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് കലക്കിയെടുക്കാം. കട്ടി കൂടുതലാണെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു ഇരുമ്പ് ദോശക്കല്ലിൽ നല്ലെണ്ണയാണ് ഞാൻ തടവിയിട്ടുള്ളത്. അപ്പോൾ അത് തടവിയിട്ട് ഈ ദോശമാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എപ്പോഴായിരുന്നാലും പുറം ഭാഗം നല്ല രീതിയിൽ ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാവൂ. വലിയ ദോശ ആയിരുന്നാലും ഇതേപോലെ ചെറിയ ചെറിയ ദോശ ആയിരുന്നാലും നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഈ ദോശ ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ നല്ല ടേസ്റ്റിയാണ്. ഈ ദോശയുടെ കൂടെ ഞാനിവിടെ തേങ്ങാ ചട്നിയാണ് എടുത്തിട്ടുള്ളത്. ഇത് സാമ്പാറോ പിന്നെ ചിക്കൻ കറിയോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം. ഇനി കറി ഇല്ലെങ്കിലും ഇത് വെറുതെ തന്നെ കഴിക്കാവുന്നതാണ്. കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കില്ല ഇത് കഴിച്ചാൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഗുഡ് ബൈ.